നമ്മളിത് ഇന്നിവിടുത്തെ ഒരു കൊയ്ത്തുപാടത്ത് വന്നു. കൊയ്യാറായി, ഏകദേശം നെല്ലിങ്ങനെ വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇത് കൊയ്യാനുള്ള മെഷീൻ വന്നതായിട്ട് ഈ കരയ്ക്കൊന്നും കാണുന്നില്ല. പക്ഷേ കൊയ്യാറായി നല്ല പരുവത്തിന് കിടക്കുക. അന്നേരം ഇവിടെ വന്നപ്പോൾ ഈ ചാലി വെള്ളക്കുറവാണ്. അതായത് ഈ ഒരു ചാൺ വെള്ളം പോലും ഇല്ല ഈ ചാലി. അന്നേരം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും വല വലിക്കാമെന്നുള്ള ഇതിലാണ് വന്നത്. പക്ഷെ നമുക്ക് വെള്ളമുണ്ട്. ഇതിനകത്ത് വെള്ളമില്ലാത്തതുകൊണ്ട് ഈ മുട്ട് വരെ താന്നു പോകും. അത് കണക്ക് ചെളിയുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് വല വലിച്ച് ഒറ്റയ്ക്ക് കയറൽ പാടാം. നമുക്ക് വെള്ളമുണ്ട്, ഒറ്റയ്ക്ക് സുഖമായിട്ട് വല വലിച്ച് കയറാം. നമ്മുടെ വള്ളത്തെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. വീശുവലയുണ്ട്, ഉടക്കുവലയുണ്ട്, കുത്തുവലയുണ്ട്, വലിയ വല എല്ലാം ഉണ്ട്. വള്ളത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നടന്ന് ചെന്നിട്ട് വേണം വള്ളത്തിൽ ചെന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണം. ഒന്ന് ഇതേ കണക്ക് തീരണ്ട, വെള്ളം ഒഴുകുന്നുണ്ട്, തൂമ്പ്. കണക്കത്തെ വെള്ളം ഒഴുകുന്ന തൂമ്പിൻ്റെ സ്ഥലമുണ്ട്. അത് ഈ തൂമ്പുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇവിടെ താഴ്ച ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ഭാഗത്ത് കണക്കത്തെ ആ സൈഡിലൊക്കെ ഉണ്ട് തൂമ്പ്. അവിടെ ഉണ്ട്, ഈ ചിറകൊക്കെ ഉണ്ട്, ഈ സൈഡിലൊക്കെ ഉണ്ട് തൂമ്പുണ്ട്. ഈ തൂമ്പുള്ളത് കൊണ്ട് ഈ കുഴി കാണും, അവിടെ വെള്ളം കുത്തി വീണുണ്ട്. ആ വെള്ളം കുത്തി വീണ കുഴി ആയതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഒന്ന് സിലോപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കരിമീൻ വീശുന്ന വല അവിടെ ഇരിക്കും, ചുരുക്കാലില്ലാത്ത. ആ വലയ്ക്ക് ഈ തൂമ്പും കുഴി 2 വലയുണ്ട്. അന്നേരം ഓരോ തൂമ്പും കുഴിയും വീശിയിട്ടാൽ ചിലപ്പോൾ പരിപാടി നടക്കുമെന്നറിയത്തില്ല. ഇപ്പം അതിരാവിലെ ആയതുകൊണ്ട് വെയിലില്ലാത്തതുകൊണ്ട് മീൻ ഇങ്ങനെ നിരന്ന് നിൽക്കുമായിരിക്കും. അങ്ങനെ കണ്ടരമാനമൊന്നുമല്ല, ഒറ്റയും സിലോപ്പി ഞാൻ ഓടുന്നുണ്ട്. എന്നുവെച്ചാൽ ആ ഓടുന്ന കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞ വെള്ളമില്ലെന്ന് പറഞ്ഞു. ഇത് ഓടിയപ്പോൾ ചെറിയ സിലോപ്പിയൊക്കെ ഓടിയപ്പോൾ ചെളി കലക്കിയാണ് പോയത്. അന്നേരം ഈ ഓടുന്ന കണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ എരണ്ട കൊക്കൊക്കെ ഇരിപ്പുണ്ട്. ഈ കൊക്കിരിക്കുന്നത് അവിടെ നിന്ന് ഇരുന്നിട്ട് പറന്നു പോയപ്പോഴാണ് ഈ ചെറിയ സിലോപ്പി ഓടുന്നതും വെള്ളമില്ലായ്മയും കണ്ടത്. ഇതെന്താണെന്ന് വെച്ചാൽ പരിപാടി ഞാൻ നോക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ഈ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ ഇട്ട് അത് പൂർണ്ണമാക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആദ്യം എടുത്ത വീഡിയോ ആയിരുന്നത്. പൂർണ്ണമാക്കാൻ പറ്റാതെ നമ്മൾ ഇതിനകത്ത് വീഡിയോ എടുത്തിട്ട് കുറേയൊക്കെ വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടും പോയി. പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി കുറേ പഴയ വീഡിയോ ഒത്തിരി മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് ഇടാനുണ്ട്. ഇടാഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് എഡിറ്റ് ചെയ്യാൻ അറിയാൻ മേലാത്തൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് വീഡിയോ ഒക്കെ കുറേ നഷ്ടപ്പെട്ടും പോയി. ഉള്ള വീഡിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇനി നല്ല മീൻപിടുത്തത്തിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഇനി എഡിറ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ നല്ല വീഡിയോ ഒക്കെ പുറകെ വരുന്നതായിരിക്കും. നെല്ലെല്ലാം വിളഞ്ഞ് നല്ല പരുവത്തിന് നിൽക്കുക. അല്ല, സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടം വരെ വന്ന് നോക്കിയിട്ട് ഒറ്റയും സിലോപ്പിയാണ് ഈ ഓടി കാണുന്നത്. ഒറ്റയും സിലോപ്പിക്ക് വേണ്ടി നമ്മളിവിടെ കിടന്ന് മരിച്ചു വലിച്ചാലും രക്ഷപ്പെടത്തില്ല. ആകാശത്തിൻ്റെ നിഴലടിക്കുന്നതുകൊണ്ട് മേലോട്ട് നോക്കുന്നതിലും പക്കയാണെന്ന് തോന്നുന്നു വെള്ളത്തിലോട്ട് നോക്കുന്നത്. ഇവിടെയൊക്കെ ഒറ്റയും സിലോപ്പി ഇങ്ങനെ ഓടുന്നുണ്ട്. അല്ല, നമ്മുടെ വള്ളത്തിൽ ഇതുണ്ട, ഇത് തെളിഞ്ഞ 80-ൻ്റെ ഉടക്കുവല ഇരിക്കുന്നു. ഉടക്കുവലയുണ്ട്, ഇവിടെ വീശുവലയുണ്ട്, 2 വീശുവലയുണ്ട്. നമ്മുടെ വലകളെല്ലാം വള്ളത്തിലുണ്ട് കേട്ടോ. എല്ലാ സാധനവും വള്ളത്തിലുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പോൾ വീശുവല കൊണ്ട് നമുക്ക് ചെന്ന് വീശിയിട്ട് നേരെ വീശുവല 2 തെളിഞ്ഞ വല, അത് ചുരുക്കാനില്ലാത്ത വല. നമുക്ക് വീശുവലയ്ക്ക് വീശുവാണെങ്കിലല്ലേ, ഇത് ചുരുക്കാനില്ലാത്ത വലയാണ്. സിലോപ്പി വലിയ സിലോപ്പി ഉണ്ടെങ്കിൽ ഇത് പൂണ്ടിരിക്കത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നമുക്ക് തപ്പിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഇറങ്ങേണ്ടി വരത്തില്ല, ചിലപ്പോൾ വലയിൽ ഉടക്കി തന്നെ കിട്ടും. ഉടക്കി തന്നെ ഉള്ള വലിപ്പം ഉള്ളെങ്കിൽ നമുക്ക് ഉടക്കി തന്നെ കിട്ടും. എന്തായാലും നോക്കാം. ഈ പറഞ്ഞ തൂമ്പും കുഴിയിൽ കാണാൻ സാധ്യതയുള്ളൂ. പുറത്തൊക്കെ ഒറ്റയൊക്കെയാണ്, വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മീനെ കാണാൻ പറ്റുന്നില്ല, ഇത് ഓടി മാറുന്ന കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും 2 വീശുവല എടുത്ത് വീശാൻ പോവാം. എന്നിട്ട് നമുക്ക് രക്ഷയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉടക്കോല ഇത് മൊത്തമായിട്ട് കറക്കിയിട്ട് നോക്കും. കൈക്ക് എല്ലാം നേരത്തെ പൂണ്ടാണെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതാ വെള്ളത്തിൽ നീന്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ളൂ. ഇത്രയും വെള്ളമേ ഉള്ളൂ.
ഇവിടെ ഒരു വല വീശാൻ പോകും. വന്ന പാടെ വന്നെന്താ അങ്ങോട്ട് ഇതിൽ അവിടെയൊക്കെ ഓടുന്നുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞ് ഓടിപ്പോയി. ഈ വലയെന്ന് പറഞ്ഞ ഒരു ചകിരിനാർ ഉടക്കി കിടന്നാൽ ഇത് വിരിയത്തില്ല. കണക്കത്തെ വലയായത് തീരെ നൈസ് നൂലായതുകൊണ്ട് അവിടെ കെട്ടുവീണ് കിടക്കും, ഒട്ടക്കി കിടക്കും. അതേ കണക്കാ മീനും വീണാൽ മീനും പോകത്തില്ല. ഫുള്ളും വിരിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു, കുറച്ചേ വിരിഞ്ഞിട്ടുള്ളൂ. പക്ഷേ മീൻ പൂണ്ടതായിട്ടൊന്നും കാണുന്നില്ല. പൂണ്ടിരുന്നെങ്കിൽ കുമള പൊട്ടി വന്നേനായിരുന്നു. അടുത്ത തൂമ്പും കൂടി നോക്കാം. അവരിങ്ങോട്ട് വരുന്ന ലക്ഷണമില്ല. നമുക്കിത് ഈ തൂമ്പും കൂടി ഒരു വല വീശ. ഒത്താനൊത്ത് വല അത്യാവശ്യം വിരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. മീൻ കാണുമെന്നാണ് സംശയം. ഇത് നമ്മുടെ ആദ്യത്തെ വലയാണ് കേട്ടോ. ഫസ്റ്റിലെ നമ്മൾ ആദ്യം വീശിയ വലയാണ്. ആദ്യം വീശിയ വല എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി വലയൊന്നുമില്ല, 2 വലയേ ഉള്ളൂ. അതിനകത്ത് ആദ്യം വീശിയ വലയാണ്. എന്താ വെള്ളമില്ല. സിലോപ്പി ഓടുന്നതാണ്. ചെറിയ സിലോപ്പി. ഇത് അടി നമുക്ക് നന്നായിട്ട് കാണാം. അല്ല ഇത്രയും വെള്ളമുള്ളു. ഇവിടെ ഒരു തൂമ്പും കൂടി ഉണ്ട്. ആ തൂമ്പും കൂടി ഒന്ന് വീശാൻ കൊണ്ട. സിലോപ്പിയുടെ തടമൊക്കെ ഉണ്ട്. അവരുടെ മേളിൽ കെട്ട് വീണുപോയി. രണ്ടാമത് വീശിയ വലയാട്ടാ. ഫസ്റ്റ് വലയ്ക്കൊന്നും ഇല്ലായിരുന്നു. ആ വലയെടുത്ത് അപ്പുറം വീശിയിട്ട് അത് മേളിൽ കെട്ട് വിരിഞ്ഞെങ്കിലും മേളിൽ കെട്ട് വീണു. അത് ഞാൻ പിന്നെ കെട്ടൊക്കെ അഴിച്ചിട്ടിട്ടുണ്ട്. അതെന്ത് കാണുന്നറിയില്ല. ഇതിനകത്ത് നോക്കാം എന്നാ കാണും. വെള്ളമില്ല, പൂണ്ടിരിക്കും. ഒരു സിലോപ്പിയെ കണ്ടു. ഇത് കണ്ട ചുവന്ന കളറിലെ സിലോപ്പി. ആകെ ഒരു സിലോപ്പി കിട്ടും. നമുക്ക് കയറി കണ്ട പിരിഞ്ഞാണ് കിടക്കുന്നത്. ഈ വലയിൽ ഇങ്ങനെ കയറി കിട്ടുന്നത്.
നമുക്ക് ആദ്യം കിട്ടിയൊരു സിലോപ്പി ചെയ്ത് ഇത് ചോല കളർ വാലിനൊക്കെ രണ്ട് വല വീശി കഴിഞ്ഞപ്പോൾ കിട്ടി. ഇനി 2 വല കൂടി വീശി ഇട്ടിട്ടുണ്ട്. ഇതാണ് തുടക്കം കിട്ടിയ ഒരെണ്ണം. മാല കണക്ക് ചവറ് കണക്ക് സിലോപ്പി പിടിച്ചോണ്ടിരുന്നേ വല നിറച്ച്. ഇപ്പം കിട്ടുക ഇതൊക്കെ അന്ന് നമ്മൾ കളയുന്ന മീനായിരുന്നു. അപ്പം അതിനെടുക്കും. ഒരെണ്ണം ഉണ്ട്. ആ നമ്മുടെ രണ്ടാമത്തെ സിലോപ്പി. എന്തൊരു ഗതികേടാന്ന് നോക്കി. ഇതുണ്ടോ ഇന്ന് കിട്ടിയ 2 എണ്ണോ. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. നേരെ വിട്ടേക്കോ പോയേക്കോ. ഇതാണ് മീൻ പൊതുവെ എല്ലായിടവും കുറവാണ്. ഭയങ്കര മടുപ്പാണ് മീനിൻ്റെ. ഇതിപ്പോൾ ഞാൻ ആളെ കൂട്ടി അവരെല്ലാവരുമായിട്ട് വന്നിരുന്നു. ഇതിൻ്റെ അപ്പുറത്തെ കഷ്ടമായിരുന്നു. സിലോപ്പി ഉണ്ട്, ചെറിയ സിലോപ്പി ഓടുന്നു. എല്ലാവരും ഞാൻ എന്തെങ്കിലും ഉടക്കോല ഉണ്ടായിരുന്നു. ഉടക്കോലെങ്കിൽ കിട്ടി ഞാൻ പിടിക്കാൻ നോക്കാനായിരുന്നു. ഇവിടുന്ന് നല്ല ദൂരം നമ്മൾ നോക്കിയിട്ടൊന്നും രക്ഷയില്ല. എന്തായാലും ഇനി അടുത്ത സ്ഥലം കണ്ടുപിടിക്കണം. എന്നാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.